ഹായ് എവ്രി വൺ, ഹൗ ആർ യു ബ്യൂട്ടിഫുൾ പീപ്പിൾ? ദിസ് ഇസ് മീ സുമ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ചുമ്മാ ഒരു രസത്തിന് ഞാൻ വിചാരിച്ചു ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പോക്കിമോൺ വേർഷനിലെ ഓറിയോ ബിസ്ക്കറ്റ്സാണിത്. വേറെ ഒന്നുമില്ല, ബിസ്ക്കറ്റിൻ്റെ മുകളിൽ പോക്കിമോൺസിൻ്റെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റി രൂപങ്ങൾ അതിൽ കാണും. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇതിന് മുന്നേ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഓരോരോ ബിസ്ക്കറ്റായിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. ഇതൊക്കെ പ്രൊണൗൺസ് ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. എല്ലാം പ്രൊണൗൺസ് ചെയ്യാൻ ലാപ്രാസ്, പിന്നെന്താ നെമ്യൂ, ഭയങ്കര പേരുകളാണ്. അത് വായിക്കുന്നതിന് മുന്നേ എന്നെ പോവുകയും ചെയ്യുന്നു. റൗലറ്റ്, നമ്മളതിൻ്റെ പഴയകാല പേര് പോലെ സ്ക്രൂ, അത് പോയി. എനിക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി അകത്ത് വൈറ്റ് ക്രീം വരുന്ന ഓറിയോ ബിസ്ക്കറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വൈറ്റ് ക്രീം വരുന്ന ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടമാണോ? എനിക്ക് ചോക്ലേറ്റ് ക്രീമും സ്ട്രോബെറി ക്രീമും ഒക്കെ വരുന്നതുണ്ട്, പക്ഷെ അതിനേക്കാളും എനിക്കെന്ത് വൈറ്റ് ക്രീം വരുന്ന ഇഷ്ടം. അതും ഒരു ഗ്ലാസ് ബൂസ്റ്റോ ഹോർലിക്സോ അല്ലെങ്കിൽ ഒന്നും ചേർക്കാത്ത സാധാ പച്ചപ്പാലിലാണെങ്കിൽ പോലും മുക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ചുമ്മാ വാങ്ങിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ക്രീം ബിസ്ക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് തിന്നു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് മത്ത് പിടിക്കൂലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ പോക്കിമോണിൻ്റെ ബിസ്ക്കറ്റ്സ് നിങ്ങൾ ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്? ഇതേപോലെ ഓറിയോയുടെ പോക്കിമോൺ വേർഷൻ ബിസ്ക്കറ്റുകൾ ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. ആൻഡ് ഇതിപ്പോൾ അതാ ഇത്രയും ബിസ്ക്കറ്റുകളുണ്ടോ? ഐ തിങ്ക് സോ ഏകദേശം 16 ബിസ്ക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ 16 ഇല്ലെന്ന് തോന്നുന്നു. 8 4 12. ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് 8 12 ബിസ്ക്കറ്റാണുള്ളത്. അപ്പോൾ ഇതിൽ 16 ഡിസൈനുകളാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഏകദേശം ഞാനിപ്പോൾ പ്ലേറ്റിൻ്റെ വെളിയിൽ മാറ്റി വെച്ചിരിക്കുന്ന ആ ബിസ്ക്കറ്റുകളുടെ 2 സെറ്റ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എല്ലാ ബിസ്ക്കറ്റിൻ്റെ ഡിസൈൻസൊക്കെ. ചില സമയത്ത് ഞാനും കുഞ്ഞു കുട്ടികളെ പോലെയാണ്. എന്ത് ചെയ്യാം, 31 വയസ്സാണെങ്കിൽ പോലും 31 വയസ്സായില്ല, ജൂലൈയിൽ 31 ആവും. എന്നിരുന്നാലും ബിസ്ക്കറ്റ് എൻ്റെ ഒരു ഫേവറേറ്റ്സാണ്, എസ്പെഷ്യലി ഓറിയോ ബിസ്ക്കറ്റ്. അപ്പം നമുക്ക് എന്തായാലും ഈ ഓറിയോ ബിസ്ക്കറ്റ് നമുക്കൊന്ന് മുക്കി കഴിക്കാം. അപ്പം ഞാനൊരു ഗ്ലാസ് ബൂസ്റ്റ് എടുത്തിരിക്കുകയാണ്. അന്നത്തെ ദിവസം രാത്രി ഞാൻ വേറെ ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല. ഞാൻ ഇതേപോലെ ഓറിയോ പാലെടുത്തു, അതിൽ ഓറിയോ ബിസ്ക്കറ്റ് കഴിച്ചു. എന്തോ അതിൻ്റെ അകത്തൊരു കുഞ്ഞ് കൺപീലി പോലത്തെ എന്തോ ഒരു മുടി, കൺപീലിയുടെ അത്ര പോലത്തെ ഒരു മുടി എൻ്റെ അകത്ത് വീണ് കിടന്നത് നുള്ളി എടുക്കാനുള്ള ശ്രമമായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അത് പറ്റുന്നതൊന്നുമില്ല. അപ്പം ഒരു ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് ഞാൻ മുക്കി തിന്നാൻ പോവുകയാണ്. ചുമ്മാ രസത്തിനാണ് ഇങ്ങനെയൊക്കെ എടുത്തിരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പാലിൽ മുക്കി തിന്നുന്നത് ഇഷ്ടമാണോ? എൻ്റെ കണ്ണാരും കണ്ടിട്ട് പേടിക്കുന്നു. പിന്നെ എൻ്റെ കണ്ണിന് ചെറിയ കുഴപ്പമുണ്ട്. ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിന് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റ് തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തന്നെ അത് മൊത്തത്തിൽ മുക്കി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരു പാക്കറ്റ് മൊത്തത്തിൽ തിന്നുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അന്നത്തെ രാത്രി വേറെ ഒരു ഫുഡും കഴിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് മൊത്തത്തിൽ മുക്കി കഴിക്കും. 12 ബിസ്ക്കറ്റല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പം പിന്നെ ഓരോന്ന് വിധിച്ച് ഞാൻ 2 വിധിച്ച് ഞാൻ എൻ്റെ ചേച്ചിയുടെ പിള്ളേർക്ക് കൊടുത്തു. സോ 12 ബിസ്ക്കറ്റിൽ ആകെ 8 ബിസ്ക്കറ്റ് എൻ്റെ വയറ്റിൽ പോയല്ലോ. 4 ബിസ്ക്കറ്റ് 2 പിള്ളേർക്ക് കൂടെ കൊടുത്തു. കൂടുതൽ നേരം മുക്കി വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ പകുതിയും പാലിൽ വീണു. നിങ്ങൾക്കും അങ്ങനെ പറ്റിയിട്ടുണ്ടോ ആ ഒരവസ്ഥ? ഇത്രയ്ക്കും വലിയൊരു സങ്കടം വേറെ കാണത്തില്ല. അതിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പെട്ടെന്ന് തൊട്ട് മുക്കിയിട്ടേ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓറിയോ ബിസ്ക്കറ്റും പാലും മുക്കി തന്നെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യും.